അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ഇന്നലെ ഫുള്ള് സസ്പെൻസൊക്കെ ഇട്ട് വെറുതെ അത്ര സസ്പെൻസ് എന്നാലും ഞങ്ങൾക്കിത് അടിപൊളിയാണ്. ഫസ്റ്റ് ലൊക്കേഷൻ മണികരനാണ്. ഫുഡ് എത്തി 11 ഇപ്പോൾ 2:30-3 മണി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് സെറ്റാണ്. ഇനി റൂമിലേക്ക് ടാക്സിയിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എത്തിയ സ്ഥലം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പാലത്തിൻ്റെ മുകളിലാണ്. ഇതാണ് അവിടേക്കുള്ള വ്യൂ. അവിടുന്ന് ബാക്കോട്ടേക്കുള്ളത്. പിന്നെ ഇവിടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് മറ്റേ പൂട്ടിടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ളുണ്ട്. ഏതാ വ്യൂ, കുറേ പിക്ക് എടുത്ത് കൂട്ടിയുണ്ട്. എന്താ ബ്രോ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്? ഓക്കെ, മാജി ഫസ്റ്റ് ടൈം അല്ലേ? മാജി ഫസ്റ്റ് ടൈമാണ്. നമ്മൾ മണാലിയിൽ വന്നുകൊണ്ട് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണെന്ന്. ഒരു ഐഡിയ ഇല്ലാണ്ട് വന്ന് അത്ര പീക്ക് എക്സ്പീരിയൻസ്. നമ്മൾ പോണ സ്ഥലം അതാണ് കേട്ടോ. ഇവിടുന്ന് ദൂരത്തുനിന്ന് കാണിച്ചു തരാം. അതാ ഹോട്ട് സ്പ്രിങ്, അവിടെയൊക്കെ നമ്മൾ പോകുന്ന സ്ഥലം കാണാന്. അപ്പോൾ അതാ എല്ലാവരും മൂടാണ്, സെറ്റാണ്. കണ്ട് കിളി പോയി. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ടാക്സി പിടിച്ചു. ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമല്ലേ, സ്പോട്ടല്ലോ. അതെല്ലാവരും ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഇതാണ് നമ്മളെ വ്യൂ. ഇതിപ്പോ തുറന്നു കാണിക്കണോ വേണ്ടല്ലേ? വൃത്തിയാണ്. ഇനി നമ്മള് റൂമിൽ അവിടെ എന്താ അവസ്ഥ നോക്കാം. ഇനി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം നമ്മളല്ലേ. 1% ആയിട്ടില്ല. വെള്ളം പോകുന്നുണ്ട്. ടോപ്പ് പിക്ക് റൂമിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ എത്തി, സ്റ്റേ റൂമിൻ്റെ അടുത്ത് എത്തി. ഏതല്ലേ, ഇതാണ് വ്യൂ. നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ വ്യൂ ആണ്. കിടിലം മാജി ബാക്കോട്ടേക്കൊക്കെ നല്ല ഷോട്ട് ആയിരിക്കും അത്. ഓ, ഇന്ന് മീനെടുത്തൊക്കെ ഒരു ഫോട്ടോ ഉണ്ടാവും. അല്ല, ബാക്ക്ഗ്രൗണ്ട് അല്ല, ഒരു ഫ്രണ്ട് ചവിട്ടി ചെറുതായിട്ട് നമ്മളൊരു ആളെ ചവിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം മഞ്ഞ്. ഓക്കെ, ഇതെന്താ? ഓക്കെ, എന്നാൽ ഫോട്ടോ എടുത്തിട്ട് വരാം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സബ് കോർഡിനേറ്ററാണ് നമുക്ക് കിട്ടിയത്. നമ്മളെ 3 ആൾ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ആള് റൂമിൽ പോയിന്ന് തോന്നുന്നത്. റേഞ്ച് ഇല്ല ഇവിടെ. റേഞ്ച് കാണിക്കണ്ട, പക്ഷെ കോൾ ചെയ്യാനോ നെറ്റ് ഇതാക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷെ എന്താണെങ്കിലും ഇത് കാണുമ്പോൾ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. ഇതുള്ളതുകൊണ്ട് മാത്രമേ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. യെസ്, നാച്ചുറലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനി വലിയ വരുന്നവരെ കാത്തിക്കാല്ലേ. വഴി പറഞ്ഞു തരില്ലെന്ന് ഉറപ്പാ? ഓക്കെ, എന്നാൽ വന്ന് കൂട്ടട്ടെ. എന്നാ ഓക്കെ, എന്നാ വന്നോട്ടെ. 1 ഇറ്റേണിറ്റി ആള് വരും. അവിടെ മഞ്ഞ്. ഓഹ്, ഇത് കാണുമ്പോൾ ഇപ്പോൾ വരുമായിരിക്കും. വരികയാണെങ്കിൽ കാണാം. അപ്പോൾ നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ വഴികളിലൂടെ നമ്മൾ എത്തി. അത് പോകുമ്പോൾ കാണിച്ചാൽ നമ്മളിപ്പോൾ വന്നല്ലേ, അത് കുറച്ചുകൂടി ചെറുതാക്കുക. ഫുള്ള് ചാണകം, കുറേ വീടുകൾ. ഒരിക്കലും വഴി നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. അവസാനം നമ്മളെത്തി. ഇതാണ് കേട്ടോ, ഇങ്ങനെ ഇതിലൂടെ കയറി വരും. ഇതിനടിയിൽ ഇനി വേറെയുണ്ട്. ഓ, മിസ്റ്റർ അച്ഛനാൻ ആൻഡ് മാജിൻ്റെ കഞ്ചാവിരിക്കുക. ഇപ്പം വൃത്തിയുള്ള സെറ്റപ്പാണ് അല്ലേ. എപ്പോൾ വേണേലും പൊട്ടിച്ചാടും, കാരണം ഇതിങ്ങനെ ചവിട്ടുന്നതിനനുസരിച്ച് അമരുണ്ട്. ഓക്കെ, അപ്പം ഇനി ഫ്രഷ് അപ്പ് ആവുക. ഈ സ്ഥലത്തിന് ഒറിജിൻ പറയാ. ഈ സ്ഥലം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ 2-3 വീടാണ് ഈ കാണുന്നത്. ഓക്കെ, അത് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ കേട്ടതാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ സെറ്റായി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവുക, അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുക. ഓ, വിൻഡോ വ്യൂ കൊള്ളാം. അപ്പോൾ ഇനി നമ്മളൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് അടി പോയിട്ട് കുറച്ച് പിക്ക് എടുക്കട്ടെ. സ്ഥലം ഫ്രണ്ട് ഭാഗം കണ്ടില്ല, എല്ലാവരും കാണിച്ചു തരാം അല്ലേ.
ഇതിന്റെ കൂട്ടത്തിനോട് ഇറങ്ങിയാലോ? ചെരുപ്പൊക്കെ അവിടെ വെച്ച് വരുന്നു. ഇനി സെറ്റ്, ഇനി കോൺക്രീറ്റ് ഇനി പിടിക്കണ്ട. ഓക്കെ, ഇതാണ് വ്യൂ. ഓ അതിനാണ് തിരി. ഓ നല്ലൊരു മച്ചുവാണ്, നല്ലൊരു മച്ചുവിനെ കിട്ടി. നമുക്ക് എന്നാൽ കുറച്ച് പിക്കൊക്കെ എടുക്കട്ടെ. ഓ ഫ്രണ്ട് വ്യൂ കിടിലം. പിക്ക് എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രഷ് ആയെന്ന് വെച്ചാൽ ആയില്ല, അതിന് മുന്നേ നമ്മൾ ഇറങ്ങി. വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ നമുക്ക് വില്ലേജ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ, ഓ വെയിൽ കാണാൻ ഇന്ന് കാണലുണ്ടാവില്ലല്ലേ, വില്ലേജ് കാണണമെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ അങ്ങ് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് മുഖം കൈയും കാലും ഒന്ന് കഴുകി ഷൂ ഇട്ട് പാൻറ്റും ഇട്ട് അങ്ങ് ഇറങ്ങി. ആവശ്യമുള്ള സാമഗ്രികൾ എടുത്തിട്ട് ബാക്കിൽ അതിനാൽ ഫ്രണ്ടിൽ മാജി അതിനാൽ ഓടുന്നുണ്ട് അവിടെ. നേരത്തെ പോലെ പിന്നെയും മുങ്ങാനുള്ള പരിപാടിയാണ്. സ്റ്റിൽ വാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ആ കാണുന്ന വില്ലേജിലേക്കാണ് നമ്മൾ പോണത്. അതിന് കുറേ ദൂരം നടക്കാണ്ട്. ഈ കാണുന്ന റോഡും പിന്നെ സൂം ചെയ്താൽ ഇത് റോഡാണ്. ഈ കാണുന്നത് റോഡാണ്. ആ റോഡ് കൂടി നടന്ന് അവിടെ എത്തണം. വണ്ടിയും കൊണ്ട് പോയാൽ ബ്ലോക്കാവും ടാക്സി പിടിച്ചിട്ട്. അപ്പോൾ നടന്ന് തന്നെ പോകണം. ചെക്കന്മാരൊക്കെ ഇതാ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം എടുക്കും. നമ്മൾ 5 മണിയാണ്ട് സ്പീഡിൽ നടക്കേണ്ടി വരും. കാരണം തിരിച്ച് നൈറ്റായി മഴയൊക്കെ പെയ്താൽ പണി കിട്ടും. എന്നെ കാണുന്നുണ്ടോ ആർക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പം നമ്മളെ മിഥിലേശ്വര പറഞ്ഞ് നമ്മൾ കയറേണ്ട മലൻ്റെ ഏകദേശം ഒരു സംഭവം ഇതാണ്. നമ്മൾ കയറേണ്ട മല. ഇത് ഇവിടെ നോക്കുമ്പോൾ ചെറുതുപോലെ തോന്നും, നല്ല ഹൈറ്റ് ഉണ്ട്. അതിനെക്കാട്ടും ഹൈറ്റ് ഇതാണ്. അപ്പം പോയി നോക്കാം. അപ്പോൾ നമ്മളിതാ ഓ വെള്ളം. നമുക്ക് പോകേണ്ട വില്ലേജ് ഇതാ കിടക്കുന്നത്. ഗൈസ്, അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വില്ലേജ് അതാണ് തോഷ്. അവിടെ കാണുന്നത് അതാണ് ഏറ്റവും ഹയസ്റ്റ്. നമ്മൾ അവിടെ കയറുന്നില്ല, കാണും ജസ്റ്റ്. ഗൈസ് വില്ലേജ് ഇതാ തൊട്ട മുകളിലാണ്. സ്ഥലം നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലേ മുകളിലേക്ക് രസമുണ്ട് സംഭവം. ഡബ്ല്യു അല്ലേ? ഒരിക്കലെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. തന്നെ ചത്തിട്ടാണല്ലോ മുകളിൽ കയറി നോക്കണം എന്താ അവസ്ഥ. ഓ ഫ്രെയിം നോക്ക്, ഫ്രെയിം നോക്ക്, സണ്ണ്. നമ്മളെ മച്ചന്മാരാണ്, ഒന്നും ചെയ്യില്ല. ഓ എന്തായാലും ഓ ഏതാല്ലേ രാജ്യം ഇത്. ഇതൊരു വേറെ രാജ്യം തന്നെ ആക്കണോ? കാശ്മീരുകാർ പറഞ്ഞ പോലെ വേറെ രാജ്യം തന്നെ ആക്കണം മോൾ ഭാഗം മൊത്തം. ഓ ഇൻ്റെടാ. അപ്പോൾ വില്ലേജ് കയറി. ഫുൾ ആപ്പിൾ തോട്ടവും കുറേ കടകളും റൂമും വൈബും. അതന്നെ ഇതെന്താ സിംഹോ? നടു കേറല്ലടി. ഇതാണ് സംഭവം. ഓരോ മുക്കിലും ഓരോരോ ഷോപ്പ്, ഫുഡിൻ്റെ ഷോപ്പ്. ആ ഗൈസ്, ഓ കണ്ണു കടിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ. അവിടുന്ന് നേരെ ഒരു കോഫിയും കുടിച്ച് പോന്നു.
ഇന്ന് ഇത്രേ ഉള്ളൂ. ഇന്ന് ഒരു ജസ്റ്റ് ഒരു പ്രീ ട്രക്കിങ്ങിൻ്റെ ആയിട്ടുള്ളൂ. ഇനി നാളെ അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പം എന്താണ് പറയാനുള്ളത്? നമ്മൾ സ്ഥിരം വരുന്ന മാസാമാസം വരുന്ന കമ്പനിനെ കുറിച്ച് നമ്മളെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയാണ്. നല്ല പറയണ കേട്ടോ. എല്ലാ പ്രക്കാരും കാണണം. അപ്പം ഇവിടെ വീട് ഇതാ സെറ്റാണ്. ഇന്ന് ഫുഡ് അടിക്കണം, വിശക്കുണ്ട്. ഇതുണ്ടോ, അതൊക്കെ വില്ലേജ്, അവിടേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി നാളെ കയറില്ല നമ്മൾ നാളെ വീണ്ടും എത്തുന്നതാണ്. ഇതിലും വലിയ വ്ളോഗുമായി നമ്മൾ കാണാത്ത മുഖങ്ങളൊക്കെ ചിലപ്പോൾ നാളെ കാണും. കുഴങ്ങി ചത്തിലുള്ള എത്ര മണിക്കൂർ? 6 മണിക്കൂറല്ലേ കയറാൻ? നമ്മൾ നടക്കുന്നതനുസരിച്ച് എന്തായാലും 4, 6, 7 ആവാൻ മതി എന്തായാലും. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.